വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സൂപ്പാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ടൊന്ന് പോയി നോക്കാം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലോട് കൂടിയ ചിക്കൻ തന്നെ എടുക്കണം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് കിട്ടണം. ചിക്കൻ്റെ എല്ലിലുള്ള സ്റ്റോക്കൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലായിക്കോട്ടെ. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റോക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ. ഇനി ഇതിലുള്ള ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റാം. ഈ ചിക്കന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് പിച്ചെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം. ഈ സൂപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബീൻസ് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം. 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ വെജിറ്റബിൾസ് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഞാൻ ചെറുതായി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മുട്ടയുടെ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പോൾ ഇത്തിരി ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തിക്കായി വരും. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. അത് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അധികമൊന്നും വേണ്ട, ഒരു ഇത്തിരി മതി. അങ്ങനെ ഇത് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ്. അപ്പോൾ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്വീറ്റ് കോണും കൂടെ ചേർത്തിട്ട് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ആക്കാം. പിന്നെ സൂപ്പ് കഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.